ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. തന്റെയും കുടുംബത്തിന്റെയും കള്ളവോട്ട് പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്ക് നേരെയുള്ള ഒരു പരിഹാസം. അങ്ങനെ ഒരു നന്ദി വാക്കിൽ ഒതുക്കി പോകാനുള്ളതല്ലല്ലോ സുരേഷ് ഗോപി സാറേ ഈ നടന്നതൊക്കെ. മറ്റു വിഷയങ്ങളിലൊക്കെ സിനിമാ സ്റ്റൈലിൽ മാസ് ഡയലോഗൊക്കെ അടിക്കുന്ന ആളല്ലേ. ജനാധിപത്യത്തെ തൂക്കിക്കൊല്ലുന്ന ഈ കള്ളവോട്ടിലും കൂടി അത്തരം ഡയലോഗൊക്കെ വരട്ടെ. ഇങ്ങനെ മൗനം ഭജിച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും? കള്ളവോട്ടും ഇരട്ടവോട്ടുമൊക്കെ ചെന്നെത്തിയത് താങ്കളുടെ സ്വന്തം കുടുംബത്തിലേക്കായിട്ട് പോലും മിണ്ടാതിരുന്നാൽ എങ്ങനെ ശരിയാകും? സാധാരണഗതിയിൽ മറ്റു വിഷയങ്ങളിലാണെങ്കിൽ ആക്രോശിക്കുന്ന ഭരത്ചന്ദ്രനാകുന്ന സുരേഷ് ഗോപി ഇപ്പോൾ കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലയൻ ആകുകയാണോ? അണികളിൽ ആവേശം നിറയ്ക്കാൻ പോലും താങ്കൾക്കിപ്പോൾ കഴിയുന്നില്ല എന്ന് തിരിച്ചറിയണം. ഇതൊന്നുമല്ല തൃശ്ശൂരുകാർ അവരുടെ MP-യിൽ നിന്ന് പ്രതീക്ഷിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മാസ് ഡയലോഗുകളും ന്യൂനപക്ഷ സ്നേഹ ഗിമ്മിക്കുകളുമൊക്കെ ഒരു പരിധിവരെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അങ്ങനെ മാസായി കളം നിറഞ്ഞു നിന്ന സുരേഷ് ഗോപിയാണ് സ്വന്തം പേരിലേക്ക് ഒരു ആരോപണം വന്നപ്പോൾ ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്നത്.